ടെറ്റ് പരീക്ഷാ പരിശീലനത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കുന്ന വേളയിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കുന്നു. ഇത് അറിയപ്പെടുന്നത് ശരിയുത്തരം ലിംഗവിവേചനം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്രവികാരം എന്താണ്? ശരിയുത്തരം ഈഡിപ്പസ് കോംപ്ലക്സ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായം മാത്രമേയുള്ളൂ. സത്യസന്ധനായ കുട്ടിയെന്ന് എല്ലാവരും പറയുന്നു. ആൽപോർട്ടിന്റെ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തപ്രകാരം ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ്? ശരിയുത്തരം കേന്ദ്രീയ സവിശേഷതകൾ. കുട്ടികളിൽ ഭാഷാവികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം ഏതാണ്? ശരിയുത്തരം ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയെ സഹായിക്കുന്നതിൽ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ സ്വീകരിക്കുന്ന ഏറ്റവും ഉചിതമായ മാർഗം എന്താണ്? ആശയസമ്പാദന മാതൃക ആരുടെ സംഭാവനയാണ്? ശരിയുത്തരം ജെറോം എസ് ബ്രൂണർ. പഠനത്തോടുള്ള സമീപന രീതികളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ശരിയുത്തരം ഇവയെല്ലാമാണ്. ശനിയാഴ്ചത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നവരെ ഹോംവർക്കിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ പറയുന്ന ടീച്ചർ ഏതുതരം പ്രബലനമാണ് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ശരിയുത്തരം ഋണപ്രബലനം. ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവ നടപ്പിലാക്കിയ വർഷത്തെ അടിസ്ഥാനമാക്കി ആരോഹണക്രമത്തിൽ എഴുതുക. ശരിയുത്തരം 3, 4, 2, 1. പാലോവിന്റെ പരീക്ഷണത്തിൽ ബെൽ ശബ്ദം കേൾക്കുമ്പോൾ പട്ടിക്കുണ്ടായ ഉമിനീർ സ്രവം കാണിക്കുന്നത് എന്താണ്? ശരിയുത്തരം അനുബന്ധിത പ്രതികരണം. ശിശു വികസന ഘട്ടങ്ങളിൽ സംഘർഷങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും കാലഘട്ടം ഏതാണ്? ശരിയുത്തരം കൗമാരം. ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം 2 മാത്രം. ഗസ്റ്റാൾട്ട് സൈക്കോളജി പ്രകാരം ഉൾക്കാഴ്ച പഠനത്തിൽ ആവശ്യം വേണ്ട ഒന്ന് ഏതാണ്? ശരിയുത്തരം പ്രത്യക്ഷണം. 8ാം ക്ലാസ്സിലെ ഗണിത പരീക്ഷയിൽ തോൽവി സംഭവിച്ച രാമു തന്റെ പരാജയ കാരണം അധ്യാപകൻ പാഠഭാഗങ്ങൾ നന്നായി പഠിപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. രാമു ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന സമായോജന തന്ത്രം ഏത്? ശരിയുത്തരം പ്രക്ഷേപണം. ശാരീരികമായ അനാരോഗ്യ കാരണങ്ങളാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂർണിമ തന്റെ സഹപാഠികളെക്കാൾ പഠനകാര്യങ്ങളിലും സാമൂഹികപരമായ പ്രവർത്തനങ്ങളിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവിടെ അവലംബിക്കാവുന്ന വികസന തത്വം ഏത്? ശരിയുത്തരം പരസ്പരബന്ധ തത്വം. പാഠ്യപദ്ധതി ചാക്രികാരോഹണ രീതിയാലാകണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം ജെറോം എസ് ബ്രൂണർ. ഒരു നിർദ്ദിഷ്ട സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനം ആ സമൂഹാംഗങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നിർണയിക്കുന്ന രീതിയാണ് സമൂഹാലേഖനം. ഏതൊക്കെ തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത്?
പിയാഷയുടെ സിദ്ധാന്തപ്രകാരം വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ശരിയുത്തരം സ്കീമ. ലക്ഷ്യം നേടാൻ അത്യുത്സാഹത്തോടെ ശ്രമിക്കുന്ന കൗമാരക്കാരനായ വിദ്യാർത്ഥിയിൽ താങ്കൾ കാണുന്നത് ആരെയാണ്? ശരിയുത്തരം സ്വയം നിർദ്ദേശിത പഠിതാവിനെ. സർഗപര പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ശരിയുത്തരം സജ്ജീകരണം, ഇൻകുബേഷൻ, പ്രകാശപ്രസരണം, പുനഃപരിശോധന. എറിക് എറിക്സന്റെ സാമൂഹിക വികാസത്തിലെ സന്നദ്ധത കുറ്റബോധം ഘട്ടം തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏത്? ശരിയുത്തരം ക്ലാസുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ ആയുടെ രചനയാണ്. ശരിയുത്തരം നോം ചോംസ്കി. സ്വന്തം ചിന്താ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ശരിയുത്തരം മെറ്റാകോഗ്നിഷൻ. വ്യക്തിത്വ വികസനത്തിൽ സൈക്കോഡൈനാമിക് ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം അറിയപ്പെടുന്നത്? ശരിയുത്തരം ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് സിദ്ധാന്തം. അധ്യാപകൻ ഒരു അധ്യാപന സാമഗ്രിയുടെ ഫലപ്രാപ്തി കുട്ടികളുടെ ശ്രദ്ധാശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന് പരിശോധിക്കാനായി അവലംബിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗം തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശരിയുത്തരം പരീക്ഷണം. ആശയ സമ്പാദന മാതൃക ആരുടെ സംഭാവനയാണ്? ശരിയുത്തരം ബ്രൂണർ. ടുവാർഡ്സ് എ തിയറി ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഗണിതപരമായ കഴിവുകൾ ഉള്ളതിനാൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഏതിന് ഉദാഹരണമാണ്? ശരിയുത്തരം പോസിറ്റീവ് ട്രാൻസ്ഫർ. ശ്രമപരാജയ പഠനത്തിലെ ഘട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ശരിയുത്തരം സജ്ജീകരണവും പുനഃപരിശോധനയും പ്രകാശപ്രസരണവും. പ്രൈമറി ക്ലാസുകളിൽ പഠനം എങ്ങനെയായിരിക്കണം എന്നതിനോട് യോജിക്കാൻ കഴിയുന്ന പ്രസ്താവന ഏതാണ്? ശരിയുത്തരം കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. റിഫ്ലക്റ്റീവ് നിരീക്ഷണം, അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ എന്നീ പദങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ശരിയുത്തരം ഡേവിഡ് കോൾബർ. വിവര വിശകലന പ്രക്രിയയിൽ മസ്തിഷ്കത്തിൽ നടക്കുന്ന മാനസിക പ്രവർത്തനം ഏതാണ്? ശരിയുത്തരം ചിന്തനം. ആക്രോണിം, ന്യൂമോണിക്സസ് എന്നിവ എന്തിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്? ശരിയുത്തരം ഓർമ്മ മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് ഇവ. ചേരുംപടി ചേർക്കുക. ശരിയുത്തരം ഓപ്ഷൻ ബി. ചർച്ചാ രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾ പ്രഥമ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും? ശരിയുത്തരം ചർച്ച കുട്ടികളുടെ ബൗദ്ധിക നിലവാരമനുസരിച്ച് ക്രമപ്പെടുത്തുന്നതിന്. പഠിച്ച കാര്യങ്ങൾ ഓർത്തുവെക്കാൻ സഹായിക്കുന്ന ആക്രോണിം, ന്യൂമോണിക്സസ് എന്നിവ ഏത് തന്ത്രത്തിൽപ്പെടുന്നു? ശരിയുത്തരം ഓർമ്മ മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് ഇവ.
സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? ശരിയുത്തരം സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്ന്. ഒരു വ്യക്തിയുടെ സ്വത്വവും അവന്റെ മാനസിക പരിസരവും ചേർന്നതിനെ അറിയപ്പെടുന്നത്? ശരിയുത്തരം ലൈഫ് സ്പേസ്. ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ തന്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്തു പഠനം രസകരമാക്കാനും പഠന നിലവാരം മെച്ചപ്പെടുത്താനും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മീനുവിന് സാധിക്കുന്നു. അവൾക്ക് ഏറ്റവും അനുയോജ്യമായ ബോധന രീതി ഏത്? ശരിയുത്തരം സഹവർത്തിത പഠനം. പഠിപ്പിക്കാനുള്ള ഒരു പാഠഭാഗം ഒരു കഥയുടെ രൂപത്തിൽ ആമുഖമായി വാച്യരൂപത്തിൽ ആഖ്യാനം ചെയ്യുന്നതിനെ വിശദീകരിക്കാവുന്നത്? ശരിയുത്തരം അഡ്വാൻസ് ഓർഗനൈസർ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു വരുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല പ്രബലന രീതി ഏത്? ശരിയുത്തരം തുടർച്ചയായ പ്രബലന രീതി. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ശരിയുത്തരം ഡാനിയൽ ഗോൾമാൻ. പഠനം എന്നാൽ എന്താണ്? ശരിയുത്തരം അനുഭവങ്ങളിലൂടെ വ്യക്തികളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന സ്ഥിരമായ മാറ്റം. പിയാഷയുടെ മാനസിക വികസന സിദ്ധാന്തത്തിലെ മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ശരിയുത്തരം പ്രവൃത്തിഘട്ടം. സത്യസന്ധത ആദർശമായി എടുത്ത് പഠിപ്പിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പടരുന്ന രീതിയെ എന്ത് വിളിക്കുന്നു? ശരിയുത്തരം ആദർശ സിദ്ധാന്തം. ഏതു ദിവസമാണ് രാജ്യാന്തര ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്? ശരിയുത്തരം ഡിസംബർ 3. സാമൂഹിക പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം ആൽബർട്ട് ബന്ദുര. പഠനം അനുഭവത്തിൽ കൂടിയുള്ള വ്യവഹാര പരിവർത്തനമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശരിയുത്തരം ഗേറ്റ്സ്. 5ാം തരത്തിൽ പഠിക്കുന്ന അമ്പിളിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ വെച്ച് ഗണിതമാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്. ഗണിതവുമായി ബന്ധപ്പെട്ട ഹോംവർക്കുകൾ ഒന്നും തന്നെ ശരിയായി ചെയ്യുവാനും സാധിക്കാറില്ല. സങ്കലം ഗുണനമായും വ്യവകലനം ഹരണമായും എപ്പോഴും മാറിപ്പോകാറുണ്ട്. അതിനാൽ പഠനത്തിൽ പിന്നാക്കാവസ്ഥ നേരിടുകയും ചെയ്യുന്നു. ശരിയുത്തരം ഡിസ്കാൽക്കുലിയ. വ്യത്യസ്ത തരം വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് മുറിയിൽ എല്ലാവരുടെയും പഠനാവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി അനുവർത്തിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പഠന പദ്ധതി ഏത്? ശരിയുത്തരം വ്യതിരിക്തത ബോധനം. കുട്ടികളുടെ അഭിരുചി, മനോഭാവം, പഠന നേട്ടം എന്നിവ വിലയിരുത്തപ്പെടുന്നുവെങ്കിൽ ഇത് ഏത് മൂല്യനിർണയവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശരിയുത്തരം സമഗ്ര മൂല്യനിർണയം. കുട്ടികളുടെ ഭാഷാ വികസനത്തിന്റെ ശരിയായ ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ശരിയുത്തരം 2, 1, 4. ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിന്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്? ശരിയുത്തരം
വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഭാഷയും ചിന്തയും വികാസം പ്രാപിക്കുന്നത് സ്വതന്ത്ര വഴികളിലൂടെയാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ശരിയുത്തരം വൈഗോഡ്സ്കി. മെറ്റാകോഗ്നിഷന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിലയിരുത്തൽ രീതി ഏതാണ്? ശരിയുത്തരം വിലയിരുത്തൽ തന്നെ. പഠനം, അസസ്മെന്റ് ആസ് ലേണിംഗ്. വികാസത്തിന്റെ ഏത് ഘട്ടത്തിലും ആരെയും ഏത് വിഷയവും ആത്മാർത്ഥതയോടെയും ബുദ്ധിപരമായും പഠിപ്പിക്കാവുന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശരിയുത്തരം ജെറോം ബ്രൂണർ. ശ്രവണശേഷി കുറഞ്ഞ കുട്ടികളുടെ പഠന പ്രവർത്തനത്തിൽ അധ്യാപകൻ സ്വീകരിക്കാത്ത മാർഗം ഏതാണ്? ശരിയുത്തരം ബ്രെയിൽ ലിപിയുടെ ഉപയോഗം. കുട്ടികൾക്ക് ബാല്യകാലത്തുണ്ടാകുന്ന സ്വഭാവ വൈകല്യങ്ങൾ അധ്യാപകൻ എങ്ങനെ ദൂരീകരിക്കും? ശരിയുത്തരം ഈ രീതിയിലെല്ലാം. ഒരു പ്രവർത്തനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ശരിയുത്തരം പ്രബലനം. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ശരിയുത്തരം സ്കീമ. താഴെ പറയുന്നവയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെടാത്തത് ഏത്? ശരിയുത്തരം RTA ആക്ട്. ബെഞ്ചമിൻ ബ്ലൂമിന്റെ വൈജ്ഞാനിക മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്ദേശ്യം ഏതാണ്? ശരിയുത്തരം വിലയിരുത്തൽ. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്ത പ്രവർത്തനം ഏതാണ്? ശരിയുത്തരം ശരിയുത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. ഒരു നിശ്ചിത പഠന സന്ദർഭത്തിൽ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദ്യവുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയെ എന്തു വിളിക്കുന്നു? ശരിയുത്തരം ചോദിക സാമാന്യീകരണം. ക്ലാസ്സിൽ പരിഹാസം കേൾക്കേണ്ടി വരുന്ന കുട്ടിയെ താങ്കൾ എങ്ങനെ സഹായിക്കും? ശരിയുത്തരം അവനോട് തുടർച്ചയായി ലളിതമായ ചോദ്യങ്ങൾ ചോദിക്കും. അരുന്ധതി തന്റെ സഹപാഠികളെയും കൂട്ടുകാരെയും എല്ലാ രീതിയിലും സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. അവളിൽ കാണുന്ന പ്രത്യേക കഴിവ് ഏത്? ശരിയുത്തരം സാമൂഹിക ബുദ്ധി. 3 ആപ്പിളിനോട് 2 ആപ്പിൾ ചേർന്നാൽ ആകെ 5 ആപ്പിൾ കിട്ടും. അങ്ങനെ ആയാൽ 5 ആപ്പിളിൽ നിന്ന് 2 ആപ്പിൾ മാറ്റിയാൽ ബാക്കി എത്രയുണ്ടാവും എന്ന് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്തോഷിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഈ അവസ്ഥയ്ക്ക് കാരണമെന്താണ്? ശരിയുത്തരം പ്രത്യാവർത്തന ശേഷിയില്ലാത്തതിനാൽ. കുട്ടി പുതിയ അറിവിനെ മുന്നറിവിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുന്നതിനെ പിയാഷെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? ശരിയുത്തരം സ്വാംശീകരണം. കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് കരിക്കുലം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശരിയുത്തരം ആർതർ കണ്ണിംഗ്ഹാം. ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്ന വിഷയം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ബോധന രീതി ഏതാണ്? ശരിയുത്തരം പ്രൊജക്ട്. ഒരു കുട്ടിക്ക് അവന്റെ ജോഗ്രഫി അധ്യാപകനെ വളരെ ഇഷ്ടമാണ്. അവൻ ജോഗ്രഫി പഠിക്കുന്നതിന് കൂടുതൽ സമയം കണ്ടെത്തുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നു.
പഠനത്തിന്റെ ഏത് നിയമമാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്? ശരിത്തരം ഫലപ്രാപ്തി നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രിയാഗവേഷണ ഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ്? ശരിത്തരം തത്വങ്ങൾ രൂപവൽക്കരിക്കുക. ഡെലിൻക്വന്റ് ചൈൽഡ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ശരിയുത്തരം തുടർച്ചയായി നിയമലംഘനവും കുറ്റകൃത്യവും ചെയ്യുന്ന കുട്ടിയെ. ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? ശരിത്തരം വിലയിരുത്തൽ തന്നെ പഠനം. വ്യക്തിയെയും അയാളുടെ മാനസിക പരിസരത്തെയും ചേർത്ത് കർട്ട് ലെവിൻ വിളിക്കുന്ന പേരെന്ത്? ശരിയുത്തരം ലൈഫ് സ്പേസ്. പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾ സ്വീകരിക്കുന്ന രീതി ഏതാണ്? ശരിയുത്തരം വൈവിധ്യമാർന്ന പഠനരീതികൾ. ഗണിതപരമായ മെച്ചപ്പെട്ട കഴിവുകളുള്ളതിനാൽ ശാസ്ത്ര വിഷയങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയുമായി ബന്ധപ്പെടുത്താവുന്നത്? ശരിയുത്തരം പോസിറ്റീവ് ട്രാൻസ്ഫർ. ഗാഗനയുടെ പഠനശ്രേണിയിൽ വർഗീകരണവും സാമാന്യവൽക്കരണവും നടക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ശരിയുത്തരം ആശയപഠനം, കോൺസെപ്റ്റ് ലേണിംഗ്. സ്വന്തം ചിന്താ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ശരിയുത്തരം മെറ്റാകോഗ്നീഷൻ. ബുദ്ധിപരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിയുത്തരം ആൽഫ്രഡ് ബിനെ. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഒട്ടുമിക്ക വ്യക്തിത്വ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണ്? ശരിയുത്തരം അബോധ മനസ്സിലെ പൂർത്തീകരിക്കാത്ത വികാര തൃഷ്ണയും കുട്ടിക്കാല അനുഭവങ്ങളും. കുട്ടികളിലെ ഉത്കണ്ഠ അവരുടെ പഠനസിദ്ധിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുവാൻ ബാക്കി എല്ലാ ചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടുള്ള പഠനരീതി ഏതാണ്? ശരിയുത്തരം പരീക്ഷണ രീതി. രോഹന് തന്റെ പരിമിതികളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ നല്ല കഴിവുണ്ട്. അവനിൽ പ്രകടമായിട്ടുള്ളത്? ശരിയുത്തരം ആന്തരിക വൈയക്തിക ബുദ്ധി. ഇന്നത്തെ കാലത്ത് കേവലം ഒരു +2 പാസ്സായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് +2 പരീക്ഷയിൽ പരാജിതയായ രേവതി വീട്ടുകാരോട് പറഞ്ഞു. ഇവിടെ രേവതി സ്വീകരിച്ച പ്രതിരോധ തന്ത്രം ഏതാണ്? ശരിയുത്തരം യുക്തീകരണം. ഏറ്റവും ദൃഢബന്ധമുള്ള ഗ്രൂപ്പ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ശരിയുത്തരം കുടുംബം. ശാസ്ത്ര സാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം എബ്രഹാം മാസ്ലോ. ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ശരിയുത്തരം ഫലനിയമം. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയുത്തരം മാനസികമായ കഴിവ് കുറവ് കാരണം മിക്കവർക്കും സാധാരണ ജീവിതം നയിക്കാൻ താരതമ്യേന പ്രയാസം തോന്നും. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന്റെ 3 തലങ്ങളിൽ ഒന്നായ ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്?
ശരിയുത്തരം സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ. ഗണിതാധ്യാപകൻ എന്ന നിലയിൽ താങ്കൾക്ക് കുട്ടികളെ A+B=B+A എന്ന് പഠിപ്പിക്കണം. പിയാഷെയുടെ സിദ്ധാന്തമനുസരിച്ച് ഇത് കുട്ടിയുടെ ഏത് ബൗദ്ധിക ഘട്ടത്തിലായിരിക്കണം? ശരിയുത്തരം മൂർത്തചിന്തനഘട്ടം. തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു പഠന വൈകല്യമായി കണക്കാക്കുന്നത്? ശരിയുത്തരം IQ 110 കിട്ടിയിട്ടും വായനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഒരു അധ്യാപകൻ എല്ലാ വിദ്യാർത്ഥികളും ദൈനംദിന പഠനകാര്യങ്ങൾ വിലയിരുത്തി ഡയറിയിൽ രേഖപ്പെടുത്താൻ നിഷ്കർഷിക്കുന്നു. ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്ന രീതി? ശരിയുത്തരം വിവിധ പാഠഭാഗങ്ങൾ പഠിക്കുവാനായി അക്ഷയ് ആശയ മാപ്പ് ഉപയോഗിക്കുന്നു. അവനെ വിശേഷിപ്പിക്കാവുന്നത്? ശരിയുത്തരം ദൃശ്യപഠിതാവ്. പഠനത്തെയും അറിവ് നിർമ്മാണത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ശരിയുത്തരം ഇവയെല്ലാമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത്? ശരിയുത്തരം ആർട്ടിക്കിൾ 21A. നിർദ്ദേശരഹിത കൗൺസലിംഗ് എന്ന വിപ്ലവകരമായ ആശയം ആവിഷ്കരിച്ചതാരാണ്? ശരിയുത്തരം കാൾ റോജേഴ്സ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ യോജിക്കാൻ കഴിയാത്ത പ്രസ്താവന ഏതാണ്? ശരിയുത്തരം കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രതീഷ് പഠനകാര്യങ്ങളിൽ അസാമാന്യ വൈഭവം പ്രകടമാക്കുന്നു. താഴെ പറയുന്നവയിൽ അവന്റെ ഉന്നതമായ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമേത്? ശരിയുത്തരം ശാക്തീകരണ പ്രവർത്തനങ്ങൾ. സ്വയം പഠിതാക്കളെ സൃഷ്ടിക്കലാണ് പഠനമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ശരിയുത്തരം ജെറോം എസ് ബ്രൂണർ. ലോവർ പ്രൈമറി ക്ലാസ്സിൽ കുട്ടികൾ പഠന പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹായം നൽകുന്ന സന്ദർഭങ്ങൾ അധ്യാപകർ തുടർച്ചയായി രേഖപ്പെടുത്തുന്നുവെങ്കിൽ അത് ഏത് രീതിയാണ്? ശരിയുത്തരം സ്വാഭാവിക നിരീക്ഷണം. പെട്ടെന്ന് തന്നെ ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.